ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? ഞങ്ങളിവിടെ ദൈവകൃപയാൽ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്നലത്തെ വീഡിയോ എല്ലാവരും കണ്ടോ? നല്ല സൂപ്പർ വീഡിയോ. എന്തായിരുന്നു? നമ്മളുടെ നാച്ചുറൽ ഡൈഡ്. എൻ്റെ അമ്മോ, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ആദ്യമായിട്ടായിരുന്നു അത് ചെയ്യുന്നത് കേട്ടോ. കണ്ടോ, സൂപ്പറായിട്ടോ. ധൈര്യമായിട്ട് കുറച്ച് നേരം മെനക്കെടാൻ താല്പര്യമുണ്ട്, ധൈര്യമായിട്ട് ചെയ്തു. നാച്ചുറൽ ഡൈ അല്ലേ. നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് വെച്ച് നമ്മളുടെ മുഖം ഒന്ന് ഗ്ലോ ആകാനും ഒന്ന് ക്ലെൻസിങ് ആൻഡ് ഗ്ലോ. നാളെ ചർച്ചയിൽ പോകേണ്ടതല്ല, അപ്പോൾ ഒന്ന് മുഖമൊക്കെ വൃത്തിയാക്കിയിരുന്നോട്ടെ. ഇതൊക്കെ എന്നും ചെയ്യാവുന്ന കേട്ടോ, ക്ലെൻസിങ്ങിനും ഗ്ലോയ്ക്കും വേണ്ടിയിട്ടുള്ളതല്ലേ. ഇതിപ്പോൾ എപ്പം വേണമെങ്കിലും ചെയ്യാൻ എളുപ്പം, ഒരു സെക്കൻഡ് മതിയില്ല. അപ്പോൾ ഞാൻ ഓർത്ത് ഇന്ന് അതൊന്ന് സിമ്പിളായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. എന്നിട്ട് ഈ മുടിയുടെ വിവരവും കൂടി ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനൊരു ടേബിൾ സ്പൂൺ പാലെടുത്തു. പച്ചപ്പാൽ, കാച്ചിയൊന്നുമില്ല, പച്ചപ്പാൽ 1 ടേബിൾ സ്പൂൺ പാല്. പിന്നെ നമ്മുടെ വീട്ടിലെ ആണെങ്കിലും അല്ലെ മേടിച്ചാന്നേലും മതി. വേണ്ടേ അലോവേര ജെല്ല്, കറ്റാർവാഴ ജെല്ല് കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കാണിച്ചാൽ പോലെ. വിറ്റമിൻ ഇ ഓയിലുണ്ടെങ്കിൽ അതുകൂടെ എൻ്റെ തീർന്നിരിക്കുക, മേടിക്കാനായിട്ട് മറന്നുപോയി. അപ്പോൾ അതുകൂടെ ഇതിനകത്ത് ഒഴിക്കുക. നല്ല സൂപ്പറാട്ടോ. അപ്പോൾ പാലും അലോവേര ജെല്ലൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. വിറ്റമിൻ ഇ ഓയിലും കൂടെ അതിനകത്ത് ആഡ് ചെയ്യുക. എന്നിട്ട് തേക്കുക. ഡ്രൈ ആകുമ്പോൾ ചെറു ചൂടുവെള്ളം, ഞാൻ എപ്പോഴും പറയുന്ന ചെറു ചൂടുവെള്ളം എന്ന് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മുഖക്കുരു അങ്ങനെയുള്ളതൊന്നും നമുക്ക് വരാതിരിക്കാൻ വേണ്ടി. പാലും തൈരും ഒക്കെ ഉപയോഗിക്കുമ്പോഴേ. പിന്നെ തേനോ തക്കാളി നീരൊക്കെയാണ് പിന്നെ പോട്ടെ, കുഴപ്പമില്ലെന്നൊക്കെ. എന്നാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ തേച്ച് കഴിയുമ്പോൾ ചെറു ചൂടുവെള്ളത്തിലൊന്ന് കഴുകുന്നതാണ് നല്ലത്. അതിന് ശേഷം സോപ്പിട്ട് കഴുകരുത്. ഒരു ദിവസം കഴിഞ്ഞേ സോപ്പിട്ട് കഴുകാവുള്ളൂ. അതെല്ലാ കാര്യവും അങ്ങനെ തന്നെ. നമ്മൾ സോപ്പിട്ട് ഇതൊക്കെ തേക്കുന്നതിന് മുന്നേ വന്ന് നല്ലതായിട്ട് സോപ്പിട്ടൊന്ന് കഴുകി റെഡിയായി വരിക. കണ്ടോ, നന്നായിട്ട് മിക്സായി നല്ല ഈ കൺസിസ്റ്റൻസിയിലാകണം. കണ്ടോ, നല്ല കുറുകുറാന്ന് പച്ചപ്പാല കേട്ടോ. അപ്പോൾ നമുക്കിത് തേക്കാം. ഫുള്ളും തേച്ചിട്ട് ഒരു അരമണിക്കൂർ ഇരിക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങും. അപ്പം കഴുകിക്കളയാം. അപ്പം നിങ്ങളോട് പറയാനുള്ളത്, നമ്മളുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ലൈക്ക് ബട്ടണേ ഞെക്കണേ. എന്നിട്ട് ആ സബ്സ്ക്രൈബ് ബട്ടണയിലും ഒന്ന് ഞെക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ, അപ്പോൾ പിന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് ലൈക്കും ചെയ്തിട്ട് ആ കമൻറ്റ് ബോക്സിൽ വന്നിട്ടൊന്ന് കമൻറ്റൂടെ ചെയ്യണേ. എന്നിട്ട് ഇത് നല്ലതായതുകൊണ്ട്, സിമ്പിളായതുകൊണ്ട് എല്ലാവർക്കും ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണേ. ഇപ്പം തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കുറേ പേർക്ക് കൊടുക്കുക. പാവം എല്ലാവരും നല്ല വൃത്തിക്കിരിക്കട്ടെ. നാളെ എല്ലാവർക്കും ചർച്ചിലൊക്കെ പോകാനുള്ളതല്ലേ. ചർച്ചിൽ പോകുന്നില്ലാത്തവർ വല്ല ഫങ്ഷനോ ഔട്ടിങ്ങിനോ ഒക്കെ പോകുന്നതല്ലേ, വൃത്തിക്കിരിക്കട്ടെ. ഹസ്ബൻഡിൻ്റെ കൂടെയൊക്കെ പോകുമ്പോൾ, മക്കളുടെ കൂടെയൊക്കെ പോകുമ്പോൾ നമ്മൾ നല്ല വൃത്തിക്ക് പോകുമ്പോൾ അവർക്കൊരു നമ്മളെക്കുറിച്ച് നല്ലൊരു മതിപ്പൊക്കെ കിട്ടും. അല്ല നമ്മൾ വൃത്തിയില്ലാതെ കരഞ്ഞു പോയി നടക്കുമ്പോൾ അവർക്ക് നമ്മളെ ഒരു ബഹുമാനം വരത്തില്ല. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട്, അവരുടെ കാശും കളയണ്ട, നമുക്ക് കുടിക്കാൻ കിട്ടുന്ന പാലിനകത്തുനിന്ന് 1 ടേബിൾ സ്പൂൺ അങ്ങ് മാറ്റിയേക്കണം. അവർക്ക് കുടിക്കാൻ കൊടുക്കുന്ന പാലിൽ നിന്ന് എടുക്കുകയും വേണ്ട. നമുക്ക് കുടിക്കാനായിട്ട് വെച്ചിരിക്കുന്ന 1/2 ഗ്ലാസ്സോ 1 ഗ്ലാസ്സോ പാലിനകത്തുനിന്ന് 1 ടേബിൾ സ്പൂൺ അങ്ങ് മാറ്റുക. ആർക്കും പരാതി ശല്യം ഇല്ലാതെ ഒതുങ്ങി ജീവിക്കുകയാണെങ്കിൽ നല്ലതല്ലേ. മുറ്റത്ത് നിൽക്കുന്ന ജെല്ല് വാങ്ങിച്ചു തരാനൊന്നും പറഞ്ഞ് ശല്യപ്പെടുത്തണ്ട. കറ്റാർവാഴ വീട്ടിലെ പൂന്തോട്ടത്തിൽ പോയി ശകലം കറ്റാർവാഴ എടുത്ത് അതിനകത്തുനിന്ന് ജെല്ല് വേർതിരിച്ചെടുക്കുക. മിക്സിയിലൊന്ന് അടിച്ചത് നല്ല ജെൽ പരുവത്തിലാകുമ്പോൾ നമ്മൾ കുടിക്കാൻ വെച്ചിരിക്കുന്ന പാലിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ എടുത്ത് അതിനകത്തോട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് മുഖത്ത് തേക്കുക. അത്രയല്ലേ ഉള്ളൂ. ആർക്കും നമുക്കിപ്പം വരുമാനം ഉണ്ടെങ്കിലും നമ്മൾ ഒരുപാട് പൈസയൊന്നും ചിലവാക്കിയൊന്നും ജീവിക്കില്ല. നമ്മൾ മാക്സിമം അത് സേവ് ചെയ്യുക. എന്ന് വെച്ചാൽ സേവ് ചെയ്ത് നമ്മൾ ആർക്കും കൊടുക്കാതെ ഒറ്റയ്ക്ക് വലിയ ധാരാളിത്തത്തിൽ ജീവിക്കുമല്ല, നമ്മൾ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യണം. ഇപ്പോൾ വയനാട് കണ്ടോ, ഓർക്കാപ്പുറത്തല്ലേ. ഇപ്പം ഇനി അടുത്തത് എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല. കാലാവസ്ഥയെല്ലാം ഭയങ്കര വ്യത്യാസപ്പെട്ട് ഭയങ്കര ഒരു മോശം അവസ്ഥയിൽ കൂടെ നമ്മളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നും പറഞ്ഞിപ്പം നമുക്ക്
വെള്ളപ്പൊക്കം വരും, ദുരിതം വരുമെന്ന് വെച്ച് വൃത്തിയായിട്ട് ജീവിക്കാൻ പറ്റും. അതുമില്ല. ജീവിക്കുന്ന കാലത്ത് മാന്യമായിട്ട് ജീവിക്കുക, ഒത്തിരി ലാവിഷാകാതെ, നമ്മൾ അഹങ്കരിക്കാതെ ഒന്ന് ഒതുങ്ങിയൊക്കെ വൃത്തിക്കൊക്കെ ജീവിക്കുക. നല്ലതായിട്ട് ഉണങ്ങിക്കഴിയുമ്പം കണ്ടോ, ഇപ്പോൾ ഇട്ടപ്പോൾ തന്നെ കണ്ടോ ഗ്ലോ ഉണ്ടോ, കണ്ണാടി പോലെ ഇരിക്കുന്നില്ലേ? അപ്പോൾ നമ്മൾ കഴുകി കളഞ്ഞിട്ട് അരമണിക്കൂർ കഴിയുമ്പോൾ ചെറു ചൂടുവെള്ളത്തിൽ കഴുകി കളയാം. സോപ്പൊന്നും ഇടരുത്. നല്ല ടാനൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു 2 നേരം ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. വെയിൽ ഉദിക്കുന്നതിന് മുമ്പ് ചെയ്തോണം. പിന്നെ വെയിലെല്ലാം തീർന്നു കഴിയുമ്പോഴും ചെയ്തോണം. വെയിലത്ത് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ പ്രശ്നമില്ല. അതുകൊണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ വേണ്ട നോക്കുക. എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക. ഇഷ്ടപ്പെട്ടില്ല വീഡിയോ. അപ്പോൾ നമുക്ക് നാളെ അടുത്ത പുതിയ വീഡിയോയുമായി കാണാം. അപ്പം നാളെ എല്ലാവരും ചർച്ചിലൊക്കെ പോയി സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. ആരൻ എറണാകുളത്ത് പോയിരിക്കുക. ആരനൊരു പ്രോഗ്രാമുണ്ട്. സ്കൂളിൽ നിന്ന് വെളുപ്പിനെ 5 മണിക്ക് ആരൻ പോയി. ടൂറല്ല, പ്രോഗ്രാം. അതിന് പോയി. ഇപ്പം 5 മണി ഒക്കെ ആകുമ്പം അവിടുന്ന് തിരിച്ച് ഒരു 7 മണിയൊക്കെ 7:15 7:30 ആകുമ്പോൾ സ്കൂളിൽ വരും. അപ്പോൾ ഓട്ടോച്ചേട്ടൻ കൂട്ടിക്കൊണ്ട് വന്നോളും. അപ്പോൾ നാളെ അടുത്ത പുതിയ വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. ചക്കരയുമ്മ.